ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു തെർമോക്കോൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഗ്രേപ്സ് ഒക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ കിട്ടും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ ബ്ലാക്ക് കളർ കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് തന്നെ ആയിട്ടായാലും വെക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ലീഫ്ലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വേസ്റ്റ് പേപ്പർ എടുക്കാം. അതൊന്ന് കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് ഈക്വലായിട്ട് വെച്ചിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരേ സൈസിൽ കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയൊക്കെ മടക്കി നമ്മൾ ഈക്വൽ പീസസ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. നമുക്ക് ഇതിന് ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആയാലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഭയങ്കര തളർന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ടുള്ള പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ 3 പീസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളിതാ ഇതേപോലെ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം താഴെ ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലൈൻ പോലെ നമുക്ക് കിട്ടും. അതിനുശേഷം ക്ലോസ് ആയി നിൽക്കുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന പോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അത്ര തിന്നാക്കണ്ട, എന്നാലും ഈക്വലായിട്ട് വരുന്ന വിധത്തിൽ കട്ട് ചെയ്യുക. ഇനി ഇതാ എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ 3 പീസസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് തന്നെ നമ്മളിങ്ങനെ ലീഫ്ലെറ്റ് ആയതുകൊണ്ട് മടങ്ങി നിൽക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മടക്ക് കണ്ടു ഒരെണ്ണം അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചു. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ സൈഡിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരല്പം മാത്രം ഗ്ലൂ മതി, സാധാരണ ഗ്ലൂ ആണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഇൻവേഴ്സായിട്ട് മടക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഭംഗി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ തന്നെ മടക്കാൻ കുഴപ്പമില്ല, പക്ഷെ അതാവുമ്പോൾ ഇങ്ങനെ അമങ്ങിയിരിക്കുന്ന പോലെ തോന്നും, നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മടക്കിയതല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മടക്കി ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഓക്കെ, ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒരു സ്ട്രിപ്പ് ഇതാ എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അതിൻ്റെ തുടക്കത്തിൽ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രം ഒരല്പം ഗ്ലൂ ഇടാണ് കേട്ടോ. ഒരുപാട് ഫുള്ളൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഗ്ലൂ ജസ്റ്റ് ഇതാ ഇവിടെ മാത്രം ഇടാണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി ഗ്ലൂ ഇടേണ്ട ആവശ്യമില്ല, അതിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ അവസാനമാകുമ്പോൾ ലാസ്റ്റിലത്തെ ആ ഒരു സ്ട്രിപ്പ് തീരാറാവുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടും കേട്ടോ. അവസാനമായിട്ട് വരുമ്പോൾ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ റോള് നമ്മൾ റോൾ ചെയ്ത് ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത റോള് വെച്ച് കൊടുക്കുക, അതായത് അവസാനിച്ചതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കുഴപ്പമില്ല, അത് തിരിച്ചെടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീണ്ടും അടുത്ത റോളും കുറച്ച് ഗ്ലൂ ഇട്ടതിന് ശേഷം വെച്ചു. അങ്ങനെ കുറച്ച് 4 എണ്ണം നമ്മൾ വെച്ചിട്ട് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്ലേറ്റിലൊന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെയാണെന്ന്, ഒന്ന് വിരിച്ചൊക്കെ കൊടുക്കുകയാണ്, നല്ല ഭംഗിയായിട്ട് വരുമോ നോക്കാനായിട്ട്. സൈസൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് സ്പ്രേ പെയിൻ്റാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ബേസ് കളേഴ്സിന് അതായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതേപോലെയാണ് കൊടുത്തത്, പക്ഷേ കളർ അത്രയും അങ്ങോട്ട് ഭംഗിയായില്ല. പുതിയ സ്പ്രേ പെയിൻ്റ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ എനിക്ക് അത്രയും ആയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബേസിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണ്. ഈ ഗ്ലൂ എന്തായാലും കഴിയാറായി, ഇനി എടുത്ത് വെച്ചാൽ തിക്കാവും, അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലൂ ഒട്ടിച്ച് കൊടുത്തത്. നമ്മുടെ നോർമൽ ഗ്ലൂ ഏതാണ് ഒട്ടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക. ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ കളറൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നു കേട്ടോ. കളറൊക്കെ മാറ്റി കൊടുത്തപ്പോഴാണ് കുറച്ച് ഭംഗിയായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളും കളറൊക്കെ മാച്ചിങ്ങിനനുസരിച്ച് ചെയ്തെടുക്കാം, നല്ല രസമായിരിക്കും ഫൈനൽ ലുക്ക്. ഈ ഒരു ആൻറ്റി കളർ മാറ്റി കൊടുത്തു. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വരാം, ബൈ ബൈ.